Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന് മുമ്പ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ചിലവഴിച്ചാൽ മതി കിച്ചണിൽ. അത്രയ്ക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നിങ്ങളുടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നോമ്പിന് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യം ഞാൻ പൈനാപ്പിളൊക്കെ മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ തുണിയിലോ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കുറേശ്ശെ ആയിട്ട് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കതവിടെ ഇരിക്കട്ടെ. ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഈ പഞ്ചസാര നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരൊറ്റ നൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ജ്യൂസ് അതിലേക്ക് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഷുഗർ സിറപ്പും പൈനാപ്പിളും കൂടെ ഇതിൽ നന്നായിട്ട് കിടന്നൊന്നങ്ങ് തിളച്ച് വരുമ്പോണ്ടല്ലോ അത്യാവശ്യം ഒരു 2-3 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഒരു പത പോലെ വരും. അപ്പോൾ അത് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. അത് പഞ്ചസാരയിലുള്ള അഴുക്കാണേ. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പത വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് അതെടുത്ത് കളയാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒരു നാരങ്ങ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലോ ഒരു പാത്രത്തിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് പുറത്ത് വെച്ചാലും കേടാവുമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഐസ് ക്യൂബ് ഇട്ടാൽ മതി. പഞ്ചസാര ഒന്നും ചേർക്കേണ്ട. അപ്പോൾ വളരെ ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് മുന്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. മുന്തിരി നന്നായിട്ട് വിനീഗറും ഉപ്പും ചേർത്തൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറായതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കണ്ട. അപ്പോൾ കുരുവൊക്കെ അടിഞ്ഞിട്ട് നമുക്ക് ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ സിറപ്പ് നമുക്ക് കുറച്ചൊരു പാത്രത്തിലെടുത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്തത് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും പഞ്ചസാര ഒന്ന് പൊടിച്ച് വെക്കണം. 1 കപ്പ് പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇളക്കാനും അതുപോലെ അത് അടിച്ചെടുക്കാനും ഒന്നും നിൽക്കണ്ട. ഒരു 2 ടീസ്പൂൺ ഇട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നോമ്പിനായാലും അല്ലാത്തപ്പോഴും പഞ്ചസാര നിങ്ങൾ പൊടിച്ച് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലൈമാണ്. ലൈം ജ്യൂസ് ഇതേ ഞാനൊരു 10 നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ട്രേ അല്ലേ അതിലാക്കി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം 1 ക്യൂബ് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ലൈം ജ്യൂസ് റെഡിയാക്കാം. ഇനി ഇതുപോലെ നിങ്ങൾ പൈനാപ്പിൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ പൊമഗ്രാനൈറ്റിൻ്റെ കുരു എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നോമ്പിനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനും ഒക്കെ എളുപ്പമാവും. അപ്പോൾ അതിൻ്റെ കുരു എടുക്കാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു മേൽഭാഗത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുരുവൊക്കെ നമുക്ക് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വീണ് കിട്ടും. എന്നിട്ട് അതിലുള്ള ഈ ഒരു വൈറ്റ് സാധനമൊക്കെ നമുക്കൊന്ന് പെറുക്കി മാറ്റിയതിന് ശേഷം അതിനെ നമുക്കൊരു സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കി വെക്കാം. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ നോമ്പിന് എപ്പോഴും റെഡിയാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ ഓറഞ്ചും അതെ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതും ഇതുപോലെ നമുക്ക് സിപ്പ് ലോക്കിൻ്റെ കവറിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതൊരു കറിയിലായാലും അതുപോലെ തന്നെ പിടി ഉണ്ടാക്കുകയാണെങ്കിലോ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഉള്ളി താളിച്ചത്. അപ്പോൾ ഉള്ളി നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ഇതേപോലെ താളിച്ച് സൂക്ഷിച്ച് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഏത് കറിയിലോ തരിക്കഞ്ഞിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ.
ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ഒരു ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഇതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂണൊക്കെ കോരി കറിയിലോ തരിക്കഞ്ഞിയിലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി താളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കറികളും അതുപോലെ സ്നാക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരുപാട് കാലം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ, കേടാവത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഓയിലും ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ബോട്ടിലാക്കി സൂക്ഷിച്ച്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമ്മൾ എപ്പോഴും കുറച്ച് വറുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാവും. അപ്പോൾ തേങ്ങ നമ്മൾ ചിരവി എടുത്തതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ തേങ്ങയുടെ ഇതും ഒരേ വലുപ്പത്തിലായി കിട്ടും. നമുക്ക് ഒരുപാട് സമയം ഇളക്കി ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് ഞാൻ തേങ്ങ ഒന്ന് പൾസ് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാന്നേ. ഇനി അതിലേക്ക് കറിവേപ്പില, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്നങ്ങ് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളൊന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുത്താൽ എല്ലാ ഇതും ഒരേ ഒരു ഇതിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഇതിൽ പൊടികളൊക്കെ ചേർക്കൂട്ടോ, മസാലപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ. അതൊക്കെ നമ്മൾ കറികളിൽ ആവശ്യത്തിന് ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലാക്കി വെക്കാം. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക, വളരെ എളുപ്പമാണ് അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മീനായാലും ചിക്കനായാലും ഒക്കെ മസാല പരട്ടിയെടുക്കുക എന്നുള്ളത്. എപ്പോഴും നമുക്കത് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് പരട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഏതാവട്ടെ ചിക്കനോ ഫിഷോ ഏതാവട്ടെ പെട്ടെന്ന് തന്നെ കായം പരട്ടിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, ഇനി കുറച്ച് പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഇതും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ വേണം കേട്ടോ ആക്കി വെക്കാനായിട്ട്, അടപ്പുള്ള. എന്നിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനി ചിക്കനോ ഫിഷോ ഏതാവട്ടെ പെട്ടെന്ന് തന്നെ കായം പരട്ടിയെടുക്കാം. ചിക്കൻ കായം പരട്ടിയെടുക്കുമ്പോൾ ഒരിച്ചിരി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ടേക്ക് കെയർ. Thank you for watching.